എന്തിനാ ചന്ദനം തൊടുന്നേ? അതിരാവിലെ ക്ഷേത്രത്തിൽ വന്ന് തീർത്ഥം വാങ്ങി സേവിച്ച് ഒരല്പം ചന്ദനം തൊട്ടാൽ മുഴുവൻ നാഡീഞരമ്പുകളും വന്ന് വൃത്താകൃതിയിൽ സംഗമിക്കുന്ന ആജ്ഞാചക്രം എന്ന് പറയുന്ന ഈ ഭാഗത്ത് ഇങ്ങനെ ചന്ദനം അങ്ങ് തൊട്ടാൽ മുഴുവൻ ശരീരത്ത് ചന്ദനലേപം ചെയ്തൊരു സുഖം ഉണ്ടാകും, നല്ല ചിന്ത ഉണ്ടാകും. ക്ഷേത്രത്തിൽ പോയി തീർത്ഥമൊക്കെ വാങ്ങാറുണ്ടോ എല്ലാവരും? എങ്ങനെ വാങ്ങും? ഇങ്ങനെ വാങ്ങിയിട്ട് ഒരു ശബ്ദമൊക്കെ കേൾപ്പിച്ച് കുടിച്ചിട്ട്? ഇല്ല, അങ്ങനെ ചെയ്യില്ല. ഞങ്ങൾ പെരുമ്പാവൂര് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഭക്തരാണ്, അങ്ങനെ ചെയ്യില്ല. ബാലൻസ് വരുന്ന തീർത്ഥം പുറകെ നിൽക്കുന്ന ആളുടെ അല്ല, തലയുടെ പുറകിൽ. ഓക്കെ, അപ്പോൾ തീർത്ഥം വാങ്ങേണ്ടതേ ശരിക്കും പറഞ്ഞാൽ ഇത് ഈ വിരൽ ചൂണ്ടി സംസാരിച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ? ടീച്ചറെ എനിക്കൊരു സംശയമുണ്ട്, അച്ഛാ എനിക്കൊരു 1000 രൂപ വേണം, അമ്മേ ഭക്ഷണം റെഡിയായോ, അല്ലെങ്കിൽ പൂജാരിയുടെ എനിക്കൊരു പുഷ്പാഞ്ജലി വേണം, ഇങ്ങനെ പറഞ്ഞാൽ ഇഷ്ടപ്പെടുമോ? അപ്പോൾ ഈ വിരലിന് എന്തോ ഒരു കുഴപ്പമില്ലേ? അപ്പോൾ ഇത് അഹങ്കാരമാണ്, ഇത് ബ്രഹ്മമാണ് അല്ലേ? അഹങ്കാരത്തെ ബ്രഹ്മത്തിൻ്റെ കീഴിലേക്ക് ആക്കുക. എന്നിട്ട് ഇങ്ങനെ തീർത്ഥം വാങ്ങുക. ആ കൈക്കുമ്പിളിൽ നാക്ക് മുട്ടുന്നത് കൊണ്ട് ചുണ്ടിൽ തൊട്ടാൽ എച്ചിലാകും. നമുക്ക് തീർത്ഥം കുടിച്ചതിന് ശേഷം ഇനി ചന്ദനം വാങ്ങാനുണ്ട്, അത് തൊടണം, ശേഷം ദേവനെ തൊഴാനുണ്ട്, ചിലപ്പോൾ ആചാര്യനെ നമസ്കരിക്കാനുണ്ട്. അപ്പോൾ അശുദ്ധമായ കൈകൾ കൊണ്ട് പാടില്ലല്ലോ. അപ്പോൾ തീർത്ഥം ഇങ്ങനെ വാങ്ങി കൈക്കുമ്പിളിലൂടെയാണ് കുടിക്കേണ്ടത്. ചുണ്ടിൽ തൊടാതെ കൈക്കുമ്പിളിലൂടെ കുടിച്ചിട്ട് ബാലൻസ് വരുന്നത് നിങ്ങളുടെ മുടി ചുറ്റി വെക്കുന്ന ശിഖയിൽ തളിക്കണമെന്നാണ് പറയണത്. എന്താ ശിഖയിൽ തളിക്കാൻ പറയണത്? മനുഷ്യ ശരീരത്തിൽ കുളിച്ചതിന് ശേഷം ആദ്യം തോകർത്തുന്ന എവിടെയാ? മുതുക. എന്തുകൊണ്ടാ? മനുഷ്യ ശരീരത്തിൽ ശിരസല്ല വെള്ളം ആദ്യം പിടിക്കുന്നത്, നട്ടല്ല. എന്തുകൊണ്ടാണ്? നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ അമ്പലക്കുളത്തിൽ പഴയ നമ്മുടെ അപ്പൂപ്പന്മാരൊക്കെ നിന്നിട്ട് കുളിച്ചിട്ട് ഇങ്ങനെ തുകർത്തിട്ട് കാണിക്കുന്ന കാണാം. എന്താ, അഴുക്ക് പോകാനാണെന്നാണ് നിങ്ങളുടെ ധാരണ? അല്ല. നിങ്ങൾ ക്ഷേത്രത്തിൽ പോയാൽ അഭിഷേകം ചെയ്തിട്ട് ആദ്യം തുകർത്തുന്നത് പിൻഭാഗമാണ് ദേവൻ്റെ. എന്തുകൊണ്ടാണ്? മനുഷ്യ ശരീരത്തിൽ നട്ടല് ജലം ആദ്യം പിടിക്കും. നട്ടല് ജലം പിടിച്ചാൽ നീർക്കെട്ടലുണ്ടാവും, പനിയുണ്ടാവും. തലയിൽ നിന്നല്ല, നട്ടലിന് നീർക്കെട്ടലുണ്ടാവും, ഉറവ് തട്ടും നട്ടലിന്. ഇത് ഞാൻ പറയുന്നതല്ല, ഡോക്ടർമാരോട് ചോദിച്ചാലും പറഞ്ഞു തരും. അപ്പോൾ ആ നട്ടലിനെ ആദ്യം ഒന്ന് തുകർത്തി ആ ജലത്തേക്ക് ഒപ്പിയെടുക്കും. അതിനുശേഷമാണ് മുഖം. അപ്പോൾ എന്താ പറയണം? മുതുകത്ത് മൂദേവി വന്നിരിക്കും, ആദ്യം മുതുക് തുടയ്ക്കുമെന്ന് പറയും. കാരണം എന്താണ്? ഭക്തിയോട് പറഞ്ഞാൽ പണ്ട് കാലത്ത് കേട്ടിരുന്നു. ഇന്ന് ഭക്തിയോട് പറഞ്ഞാൽ പറയും ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന് പറയും.